ഹലോ, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ 4 കോർണേഴ്സ് നമ്മൾ ഫ്രണ്ട് യാർഡിൽ ശരിയാക്കിയില്ലേ. അപ്പം ഞാനിതിൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ താഴത്തേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ ആവശ്യമില്ല. അപ്പം 4 കോർണറും നമ്മളിങ്ങനെ ഇതിൻ്റെ ഷെയ്ഡ് ഞാനെടുത്ത് മാറ്റി 4 കോർണർ നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്ലാന്റ്സൊക്കെ പിടിപ്പിക്കാൻ പോവുകയാണ്. ഇതിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ പോയി. നമ്മൾ ആദ്യമായിട്ട് പ്ലാന്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കും സീഡ് മുളച്ച് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളാകെ സാഡായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് തുടക്കക്കാരത്തി എന്ന നിലയിൽ ഞാൻ കുറച്ച് ചെടികൾ, അതിൻ്റെ ആ ചെറിയ ചെടികളാണ്. അപ്പോൾ ഇത് ആലസം എന്ന് പറഞ്ഞ ചെടിയാണ്, ഇത് കാർണേഷ്യൻ, ഇത് ലൊബേലിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മേരി ഗോൾഡ്. ഇപ്പോൾ 2 തരം മേരി ഗോൾഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നമ്മൾ ശരിയാക്കിയ ബെഡിൽ നടാം. പ്ലാന്റിങ്ങിൻ്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രിപ്പറേഷനും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഏതൊക്കെയാണ് നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടം എന്നുള്ളൊരു ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി, എന്നിട്ട് പിന്നെ എത്ര ദിവസം എടുക്കും അത് സീഡ് ജെർമിനേറ്റ് ചെയ്യാനെന്ന് എഴുതി, പിന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും അതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് പറ്റിയ ടെമ്പറേച്ചർ. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കിവിടെ 4 സീസൺ ഉള്ളപ്പം ഈ 4 സീസണിലെ ടെമ്പറേച്ചർ ഇച്ചിരി വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ചില ചെടികൾക്ക് അധികം ടെമ്പറേച്ചർ വേണം, ചില ചെടികൾക്ക് കുറച്ച് ടെമ്പറേച്ചർ മതി. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഫോളിന് പറ്റിയതേ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഹയർ ടെമ്പറേച്ചറുള്ള സമ്മറിലുള്ളത് നമ്മളിപ്പോൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് പിടിക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, വെജിറ്റബിൾസിൻ്റെ ഒരു ലിസ്റ്റ്, പിന്നെ സാലഡോ ഗ്രീൻ ലീവ്സിൻ്റെ ഒരു ലിസ്റ്റ്, പിന്നെ ഹെർബ്സിൻ്റെ ഒരു ലിസ്റ്റ്, പിന്നെ ഫ്രൂട്ടുകളുടെ ഒരു ലിസ്റ്റ്, പിന്നെ പൂക്കളുടെ ഒരു ലിസ്റ്റ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം, എത്ര ദിവസം കൊണ്ട് പൂ വിടരും, എന്ത് ടെമ്പറേച്ചറാണ് വേണ്ടത്, പിന്നെ സൂര്യപ്രകാശം ഫുൾ സണ്ണിലാണോ നടേണ്ടത് അല്ലെങ്കിൽ പാർഷ്യൽ ഷെയ്ഡ് ആയാലും കുഴപ്പമുണ്ടോ, അങ്ങനെ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൂക്കളുടെ ലിസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഹെർബ്സിൻ്റെ ലിസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഗ്രീൻ ലീവ്സ്, കഴിക്കാൻ ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. കാരണം ഇത് വളരെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊന്നും അല്ല. നമ്മുടെ കുഞ്ഞ് ഗാർഡനിൽ കുറച്ച് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ആവശ്യമായ മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം പിന്നെ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് നമ്മളൊന്നും വേസ്റ്റാക്കി കളയരുത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ തിന്നാനായിട്ട് ആഗ്രഹിക്കുന്ന വെജിറ്റബിൾസ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ നോക്കിയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ മാസത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ജനുവരിയിൽ നടാൻ പറ്റിയത്, ഫെബ്രുവരിയിൽ നടാൻ പറ്റിയത്, അപ്പോൾ ഇങ്ങനെ ഒക്ടോബറിൽ നടാൻ പറ്റിയതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഫ്ലവേഴ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഗ്രീൻ ലീവ്സിൻ്റെയും ഹെർബ്സിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത്, അപ്പോൾ ഇപ്പോൾ ഒക്ടോബറിൽ നടാനുള്ളതാണ്. പൂക്കളിൽ നിന്ന് തുടങ്ങാം. പൂക്കളാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ പൂക്കൾ ഇപ്പോൾ ഈ ആലിസം, ലൊബേലിയ, കാർണേഷ്യനൊക്കെ ഒക്ടോബറിൽ ടെമ്പറേച്ചറിൽ നടാൻ പറ്റിയതാണ്. ഇവിടെ മേരി ഗോൾഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ ഓൾറെഡി ബെഡൊക്കെ നീറ്റാക്കി ഇട്ടേക്കുവാണ്. ഇതിനകത്ത് സോയിലും കമ്പോസ്റ്റും പെർലൈറ്റും വേം കാസ്റ്റിംഗ് ഒക്കെ ഇട്ട് റെഡിയാക്കി ഇട്ടേക്കുവാണ്. എന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ചെടികൾ നടുമ്പോഴും ഞാൻ മനസ്സിലാക്കിയത് നമ്മളിങ്ങനത്തെ ഒരു മിക്സ്, ഞാനപ്പോൾ പല യൂട്യൂബ് ചാനൽ കാണുകയും കുറേ പുസ്തകങ്ങളൊക്കെ ഇതിനെപ്പറ്റി വായിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത്
നമ്മൾ നടുമ്പോൾ എപ്പോഴും ഒരു സ്പെഷ്യൽ മിക്സ് എല്ലാം കൂടെ കൂടിയ ഒരു മിക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഇത് സക്സസ്ഫുൾ ആയാലും നമ്മളത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു റേഷ്യോയിൽ പെർലൈറ്റും കമ്പോസ്റ്റും പീറ്റ് മോസ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റും വേം കാസ്റ്റിങ്ങും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇങ്ങനൊരു മിക്സ്ചർ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ ഈ ബെഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും 50-50 ആണ്. കമ്പോസ്റ്റ് 50, സോയിൽ 50, പിന്നെ ഒരു ഹാൻഡ്ഫുൾ പെർലൈറ്റും ഒരു ഹാൻഡ്ഫുൾ വേം കാസ്റ്റിങ്ങും നമ്മളിട്ട് കൊടുക്കും. അപ്പോൾ ഇതും അതേപോലെ തന്നെ കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസറും ഞാൻ ചേർത്തു. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. സക്സസ്ഫുൾ ആവണമെങ്കിൽ ഞാനിതിൻ്റെ സോയിൽ മിക്സിൻ്റെ ഫോർമുല ഒരു ദിവസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അധികം പൈസ മുടക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ്ചറാണത്. ഇത് കുറച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ചെടിയും നടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് നല്ല സോഫ്റ്റാക്കി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ കമ്പോസ്റ്റും പെർലൈറ്റും ഫെർട്ടിലൈസറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പീറ്റ് മോസും ഇട്ട് നല്ല നറിഷിങ് ബേബി ഫുഡ് പോലെ ഒരു പ്ലാന്റ് ഫുഡാണിത്. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാനുള്ളത് ഇത് വീടൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ഇവിടെ അങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. അങ്ങനെ കുഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ബോട്ടത്തിൽ കുറച്ച് ഈ മിക്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ചെടിക്ക് ആവശ്യമായ വളരെ മിക്സിൽ കിടന്ന് ശരിയാവും. നമ്മൾ മിക്സിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ കെയർഫുള്ളി മണ്ണിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ മാറ്റിയ മണ്ണ് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യും. നല്ല ലൂസ് മണ്ണാണ് എപ്പോഴും നല്ലത്. പോട്ട് മാത്രം നമ്മളിങ്ങനെ കുറച്ച് ഓക്കെ നമ്മുടെ ചെടിയങ്ങനെ നട്ടു. എന്നിട്ട് നമ്മൾ ചെടി നട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ആലസം നട്ട് അതേപോലെയാണ് ഞാൻ ഒരു കാർണേഷ്യൻ ഇങ്ങനെ നഴ്സറി ബോക്സിൽ നിന്ന് എടുത്തു, ഒരു ലൊബേലിയ എടുത്തു, പിന്നെ ഒരു മേരിഗോൾഡ് എടുത്തു. എന്നിട്ട് കറക്റ്റ് എവിടെയാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ മിക്സ് ഇട്ട് ഇതേപോലെ നന്നായിട്ട് നട്ടതിന് ശേഷം നമുക്കപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കോർണറായി. ഇനി ഇതിനകത്ത് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 to 4 ഇഞ്ച് ഇൻ ബിറ്റ്വീൻ വിട്ടാൽ മതിയാവും. ഇപ്പോൾ ഇതിനേലും കൂടുതലുണ്ട്, കാരണം ഇനി നമ്മൾ ചെടികൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് നടും. ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നല്ല ഒരു കുറച്ച് ഫുഡ് ഇങ്ങനത്തെ ഇതേപോലെ നല്ല ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ
നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഓക്കെ, സീഡിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ സീഡ് നട്ട് ഉണ്ടാക്കിയതാണ് ഈ കുഞ്ഞ്. അപ്പോൾ അത് വളർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സീഡ് നട്ട് ഉണ്ടാക്കിയതാണ് ഇത്. പിന്നെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതല്ല. ഇതൊരു വൈൽഡ് ഫ്ലവറാണ്. ഇതും വൈൽഡ് ഫ്ലവറാണ്. അതിൻ്റെ ടെമ്പറേച്ചറും ഈ സമയത്തെ ടെമ്പറേച്ചർ മതി അതിന്. അപ്പോൾ ഇതിനകത്തുള്ളതെല്ലാം നമ്മുടെ ഫോളിൻ്റെ ടെമ്പറേച്ചറിന് പറ്റിയതാണ്. ആൻഡ് ദിസ് വൺ ഈസ് ലെങ്താണ്. അത് ഏത് വെതറും ഓക്കെയാണ്. ഹൈയും ലോവും. ലോ ആകുമ്പോഴത്തേക്കും വിൻ്റർ ആകുമ്പോൾ അത് ഡോർമെൻറ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഉണങ്ങിയത് പോലെ നിൽക്കും. സ്പ്രിങ് ആകുമ്പോൾ അത് തിരിച്ചു വരും. സോ നമുക്കിത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ചെടി നട്ടു. റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ മറ്റുള്ള കോർണേഴ്സും ശരിയാക്കും. ഓക്കെ, നന്നായിട്ട് സോഫ്റ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ രാവിലെയോ വൈകുന്നേരമാണ് ചെടി നടാൻ നല്ലതെന്നാണ് പറയാറ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ അധികം ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ മറ്റുള്ള ഇതൊക്കെ ഇതേപോലെ ചെയ്തിട്ട് വീഡിയോ കാണിക്കും.